ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലായിടത്തും മഴയാണല്ലോ. പണ്ടൊക്കെ മഴ വരാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ഇപ്പോഴൊക്കെ ശരിക്കും മഴ വന്നാൽ നമുക്ക് നല്ല പേടിയാണല്ലേ. ചെറിയ രീതിയിലുള്ള മഴയൊക്കെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ കാണാനും അത് പുറത്തിറക്കി ഇറങ്ങി നടക്കാനൊക്കെ. പക്ഷേ ഈ മഴ ഇങ്ങനെ ശക്തിയൊക്കെ കൂടി പെയ്യുമ്പോൾ നിർത്താതെയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയായിരിക്കില്ലേ. പ്രത്യേകിച്ച് പുഴേൻ്റെയും അതുപോലെ കനാല് ഇതിൻ്റെയൊക്കെ അടുത്തുള്ളവർക്കൊക്കെ നമുക്ക് എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ല, അപ്പോൾ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. മഴ പെയ്ത് തോർന്ന് നമ്മൾ ഈ ഗാർഡനിലേക്ക് ഇറങ്ങാനൊക്കെ ഒരു പ്രത്യേക രസമാണല്ലേ. ഓരോ പുതിയ ജീവികളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മളെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ആ ഒരു ഡ്രെയിനേജ് ഹോൾ നന്നായിട്ട് ഇട്ടിട്ടുണ്ടാവണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാത്തിലും വെള്ളം കെട്ടി നിൽക്കും. പിന്നെ നമ്മുടെ ചീരയൊക്കെ ഇതാ നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു സംഭവം ഉണ്ടല്ലോ, തണ്ട്, അത് വെറുതെ ഒന്ന് കുത്തി നോക്കിയതാണ്. 5-6 കുത്തി നോക്കിയിൽ 2 മാത്രമാണ് കേട്ടോ പിടിച്ചത്. പിന്നെ ഞാൻ ഉള്ളിയൊക്കെ കുറച്ച് ചീഞ്ഞപ്പോൾ നമ്മുടെ മുളകിൻ്റെ ഒക്കെ ചോട്ടിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. മഴ വന്നപ്പോൾ അതിൽ നിന്നെല്ലാം ചീഞ്ഞതിനൊക്കെ മുളച്ച് നിറച്ച് ഉള്ളി ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളി കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതെന്നാണ് തോന്നുന്നത് കേട്ടോ. ഒന്ന് ചീഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊന്നിന് വളമാകുമെന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിനായിരിക്കില്ലേ. അങ്ങനെ ഇതാ രാത്രി മൊത്തം നല്ല മഴയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറുതായിട്ടൊരു മഴയ്ക്കൊരു കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് മുളകൊക്കെ പാകിയിട്ടിട്ടുണ്ടായിരുന്നു. ആൾ മൊത്തത്തിൽ വെള്ളത്തിൽ കുളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കണം, അപ്പോൾ പിന്നെ വല്ലാണ്ട് ഇങ്ങനെ മഴവെള്ളം പെടൂലല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം തോടുകളിലും പുഴകളിലും കനാലുകളിലൊന്നും ഈ ഒരു സമയത്ത് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അപകടം നമ്മളായിട്ട് വിളിച്ചു വരുത്തണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.